ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിൽ ഏറ്റവും സെൻസേഷണലായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് സഞ്ജു സാംസൺ എന്ന മലയാളി താരം എന്നുള്ളത്. സഞ്ജു സാംസണി കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഫാൻസ് ഉണ്ടാവുന്ന സാഹചര്യം, ക്രിക്കറ്റ് തലത്തിൽ വളരെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു താരമായി സഞ്ജു സാംസൺ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഞ്ജുവിന് വളരെയധികം ഫാൻ ബേസ് ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ലോകത്ത് ക്രിക്കറ്റ് വീക്ഷിക്കുന്ന ആളുകൾക്കിടയിലുള്ള വളരെയധികം സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വളരാൻ സഞ്ജു സാംസണിന് സാധിച്ചിട്ടുണ്ട്. അത് IPL കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടമാണ്. IPL രാജസ്ഥാൻ റോയൽസ് അവരുടെ ക്യാപ്റ്റനായിട്ട് പോലും നിയമിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനും സഞ്ജു എന്ന മലയാളി ക്രിക്കറ്റ് താരത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഒരു കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടക്കം തുടർച്ചയായ 2 അന്താരാഷ്ട്ര T20കളിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരം എന്നുള്ള ഇന്ത്യൻ താരവും ആദ്യത്തെ താരവും എന്നുള്ള രീതിയിൽ വളരെ വലിയ ചർച്ചാ വിഷയമായ സഞ്ജു സാംസണെ കുറിച്ചാണ് പറയാനുള്ളത്. അത് സഞ്ജു സാംസണിന്റെ അച്ഛൻ കഴിഞ്ഞ സെഞ്ചുറി അടിച്ചതിനു ശേഷം മീഡിയയിലൂടെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതാണ് ഇപ്പോൾ വളരെ വലിയ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അത് സഞ്ജു സാംസണിന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം നമുക്ക് കണ്ടു നോക്കാം. 10 വർഷം എൻ്റെ മകൻ്റെ 10 വർഷം ഇല്ലാതാക്കിയ ഒരു 3-4 പേരുണ്ട്. 3 कैप्टन्स, धोनी जी, विराट जी, हमारा ये रोहित जी, ये 3 कैप्टन ആൻഡ് ദ്രാവിഡ് ജി. ഈ 4 പേരും എൻ്റെ മകൻ്റെ 10 വർഷം കളഞ്ഞു. അതായത് സഞ്ജുവിനെ കുറച്ചു കാലം കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. 2012 ഗൗതം ഗംഭീർ അനുജൻ അദ്ദേഹം KKR വേണ്ടി IPL നേടുമ്പോൾ ബെഞ്ചിലിരുന്ന് റൂമിനകത്തിരുന്ന് കളി കണ്ടുകൊണ്ടിരുന്നവനാണ് സഞ്ജു. അപ്പം ഓരോ പ്രാക്ടീസ് സെക്ഷനിലും സഞ്ജു വിളിക്കും, അച്ഛാ ഇന്ന് ബാലാജി ചേട്ടൻ എറിഞ്ഞു, ഒരു ഓവറിൽ ഞാൻ 4 ബൗണ്ടറി തുടർച്ചയായിട്ട് 4 ബൗണ്ടറി അടിച്ചു. അപ്പം ഓരോ ബൗളറെ കളിക്കുമ്പോഴും അവൻ എന്നെ വിളിക്കും, അച്ഛാ ഇന്ന് ഇങ്ങനെ പ്രാക്ടീസ് ആയിരുന്നു ഇങ്ങനെ. അപ്പോൾ 2012 ഗൗതം ഗംഭീർ അനിയൻ, അദ്ദേഹം അനുജൻ, ഞാൻ സാറെന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കൊച്ചനുജൻ, ഭായിയെ ചോട്ട ഭായിയെ ഗൗതം ജി. തോ അവിടെ അദ്ദേഹം അവനെ ഡ്രോപ്പ് ചെയ്ത് വെച്ചു. അതിൽ പിന്നെ അദ്ദേഹം ഒരുപാട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ. 2013 അവൻ കളിയിലോട്ട് IPL വന്നപ്പോൾ അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കൊച്ചിനെ തിരിച്ചറിയാതെ പോയല്ലോ. ആ കുറവ് ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി അദ്ദേഹം സഞ്ജുവിന് വേണ്ടി സംസാരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇന്ന് അദ്ദേഹം വന്ന് ടീമിനെ ലീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രതിഭയെ തിരിച്ചറിയുന്ന സ്പോർട്സ്മാൻ, റിയൽ സ്പോർട്സ്മാൻ. ഓക്കെ, ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. സഞ്ജു സാംസണിന്റെ അച്ഛൻ ഈ ഒരു വീഡിയോയിൽ വളരെ വൈകാരികമായാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്തരത്തിൽ ചർച്ചയായത്. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. സഞ്ജു സാംസണിന് അവസരങ്ങൾ നിഷേധിച്ചു എന്നുള്ളതാണ്. അന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന ആളുകളെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കോച്ചായിരുന്നു ദ്രാവിഡിനെ പറ്റിയൊക്കെ. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, സഞ്ജു സാംസണിന്റെ പ്രതിഭ തെളിയിച്ചിട്ട് ഈ കൊല്ലമൊന്നുമല്ല അദ്ദേഹം പ്രതിഭ തെളിയിച്ചത്. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ KKR 2012 അദ്ദേഹം ബെഞ്ചിലാണെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ പറയുന്നുണ്ട്. 2012 KKR ബെഞ്ചിലായിരുന്നപ്പോൾ തന്നെ എന്താണ് ഈ ബാലാജി എന്ന ബോളറെ 4 പന്തിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരം കളിച്ച ആളാണ് ബാലാജി. 4 പന്തിൽ 4 ബൗണ്ടറി ഒക്കെ നേടി എന്നുള്ള കാര്യങ്ങൾ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അന്ന് സഞ്ജു സാംസൺ പറഞ്ഞു എന്നൊക്കെ ഇദ്ദേഹം വളരെ ഓർത്തു വെച്ച് പറയുന്നുണ്ട്, വളരെ വൈകാരികമായിട്ട് പറയുന്നുണ്ട്. സത്യത്തിൽ സഞ്ജു സാംസണിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും ഇന്ത്യൻ ക്രിക്കറ്റും ചെയ്തത് അനീതിയാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് ഇത്രയും വർഷമായാലും അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. 30 വയസ്സോട് അടുക്കുമ്പോഴാണ് ഇപ്പോഴും സഞ്ജുവിന് അവസരം കിട്ടാൻ തുടങ്ങിയത്. അതുവരെ സഞ്ജു സാംസൺ എന്നുള്ള പേര് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുറത്തായിരുന്നു. അതിന് കാരണങ്ങൾ പലതാണ്. ഇദ്ദേഹം ചില ക്യാപ്റ്റന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ ധോണിയുടെ പേര് പറയുന്നുണ്ട്, നമ്മുടെ കോഹ്ലിയുടെ പേര് പറയുന്നുണ്ട്, രോഹിത്തിന്റെ പേര് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ സമയങ്ങളിൽ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായിരുന്ന ആളുകളെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ അവർ മാത്രമല്ല ഇതിന് ഉത്തരവാദികൾ എന്നാണ് ഈ വിഷയത്തെ അത്യധികമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവേണ്ടത്. ഒരു 2 T20കളിൽ തുടർച്ചയായി സെഞ്ചുറികൾ നേടാനുള്ള ഒരു കാലിബർ അല്ലെങ്കിൽ അത്രയും കരുത്തുള്ള ഒരു താരമാണ്. പ്രത്യേകിച്ചും എക്സലർ കളിയെ പെട്ടെന്ന് തന്നെ ഒരു ഓവർ കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റുന്ന
നിലവിൽ ഇന്ത്യൻ ടീമിലെ ഒരു എന്താണ് അത്തരം ലോകത്തുള്ള താരങ്ങളെ എടുത്തു നോക്കുമ്പോൾ തന്നെ അപകടകാരിയായ ബാറ്റ്സ്മാൻ ആണ് സഞ്ജു സാംസൺ എന്നുള്ളത്. ഒരു നല്ല വിക്കറ്റ് ട്രാക്ക് ആണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ വളരെ അത്തരത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ. ഇത് 2012 തന്നെ ഗംഭീർ മനസ്സിലാക്കിയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് അത് അദ്ദേഹത്തിന് അവസരം കൊടുത്തപ്പോൾ വൈകിപ്പോയി എന്നാണ് പറയുന്നത്. എന്നാൽ സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, സഞ്ജു സാംസൺ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ അച്ഛൻ വൈകാരികമായി പറയും. സ്വന്തം മക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഏതൊരു അച്ഛനും ഇത്തരം ഒരു സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ വൈകാരികമായിട്ട് തന്നെയായിരിക്കും പറയുക. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അച്ഛനും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം സഞ്ജു സാംസൺ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് അത് വളരെ പ്രസക്തമേറിയതാണ്. കാരണം തനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. പക്ഷെ എന്നിരുന്നാൽ പോലും ചില മത്സരങ്ങളിൽ മോശം പ്രകടനം കാഴ്ചവെച്ചു, അതുകൊണ്ട് വീണ്ടും പുറത്താക്കപ്പെട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ കഴിഞ്ഞ T20 പരമ്പരയ്ക്ക് മുമ്പ് അദ്ദേഹത്തിനോട് ഇന്നത്തെ ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സൂര്യകുമാർ യാദവ് സഞ്ജു സാംസണിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞത്, സഞ്ജു സാംസണിനോട് ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞത്, അടുത്ത 7 മത്സരങ്ങളിലും അടുത്ത 7 T20കളിലും നിങ്ങളാണ് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ എന്നുള്ളതാണ്. അത്തരം ഒരു കോൺഫിഡൻസ് സൂര്യകുമാർ യാദവ് സഞ്ജു സാംസണിന് നൽകി എന്നതുള്ളതാണ്. അതാണ് ഈ സഞ്ജു സാംസണിന്റെ ഇപ്പോഴുണ്ടായ ഈ വലിയ പെർഫോമൻസുകൾക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്നുണ്ട്. വളരെ വലിയൊരു പിന്തുണയാണത്. കാരണം സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ പ്രതിഭാ ധാരാളിത്തത്തെ പറ്റി കൃത്യമായിട്ട് ബോധമുള്ള ആളാണ് ഇന്നത്തെ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഇന്നത്തെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് ഇത്തരം ഒരു കാര്യം സഞ്ജു സാംസണിനോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ക്രിക്കറ്റർക്കും അത് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇത്രയും വർഷം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു, പല രീതിയിലുള്ള പുറത്താക്കലുകൾക്ക് കാരണമായി ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ ഒരു ക്യാപ്റ്റൻ വന്ന് അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ അടുത്ത 5-7 മത്സരങ്ങളിൽ നിങ്ങളാണ് ഇന്ത്യൻ ഓപ്പണർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ലഭിക്കുകയാണ്. കാരണം ഈ മത്സരത്തിൽ തന്റെ പ്രകടനം എങ്ങാനും മോശമായി കഴിഞ്ഞാൽ താൻ ടീമിൽ നിന്ന് പുറത്താവുമെന്നുള്ള ഭീതി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധൈര്യത്തോടു കൂടി കളിക്കാൻ കഴിയുന്നു. അതാണ് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലും ഇപ്പോൾ സൗത്ത് ആഫ്രിക്കക്കെതിരെ കഴിഞ്ഞ മത്സരത്തിലും കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു താരത്തെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അന്നേരമുള്ള ക്യാപ്റ്റനും കോച്ചിനും കൃത്യമായിട്ടുള്ള ഇതിനു മുമ്പുള്ള കളിക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കൃത്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് 2011 ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 50 ഓവറിന്റെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ച ടീമിനെ പരിശോധിച്ചാൽ അതിൽ സൈർ ഖാൻ അടക്കമുള്ള, ഹർഭജൻ സിംഗ് അടക്കമുള്ള, യുവരാജ് സിംഗ് അടക്കമുള്ള, വീരേന്ദ്ര സേവകർ അടക്കമുള്ള ആളുകളെ, അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണിയെ അടക്കം വളരെ വലിയ രീതിയിലുള്ള സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റന്റെ വലിയ പിന്തുണ ലഭിച്ച താരങ്ങളാണ് ഇവരൊക്കെ പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ പരാജയപ്പെട്ടവരാണ്. വളരെ മോശം പെർഫോമൻസിന്റെ പേരിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇരയായവരാണ്. പക്ഷെ അവിടെ സൗരവ് ഗാംഗുലിക്ക് ഇവരുടെയൊക്കെ പ്രതിഭയെ പറ്റിയുള്ള ബോധമുണ്ടാകുന്നു. അങ്ങനെ സൗരവ് ഗാംഗുലിയെ പോലെയുള്ള ഒരു ക്യാപ്റ്റൻ വീരേന്ദ്ര സേവകനെയോ അല്ലെങ്കിൽ ഇത്തരം ആളുകളെയോ, ധോണി അടക്കമുള്ള അല്ലെങ്കിൽ യുവരാജ് അടക്കമുള്ള ആളുകൾ, സൈർ ഖാൻ അടക്കമുള്ള എല്ലാ ആളുകളെയും പിന്തുണക്കാൻ തയ്യാറാവുന്നു. അവരുടെ മോശം സമയത്തും പിന്തുണക്കുന്നു. ഇത് അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയും അവർക്ക് നിരന്തരം അവസരങ്ങൾ നൽകിയതിന്റെയും ബാക്കി പത്രമായിട്ടാണ് ഇത്രയും വേൾഡ് കപ്പ് ഒക്കെ ജയിക്കാൻ പര്യാപ്തമാവുന്ന ഒരു ടീം വളർത്തി വലുതാവുന്നത്. അത്തരം ഒരു കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ള മുമ്പത്തെ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങൾ മാറി പുതിയ കാലഘട്ടത്തിൽ സഞ്ജു സാംസൺ എന്ന പോലെയുള്ള വളരെ പ്രതിഭാ ധാരാളിത്തമുള്ള താരങ്ങൾക്ക് ഇന്ന് മാനേജ്മെന്റിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരുടെ അടുത്തുനിന്നോ പിന്തുണ ലഭിക്കുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ കഴിവുകൾ തെളിയിക്കാൻ പര്യാപ്തമായിരുന്ന ഒരു താരമായിട്ടും നിരന്തര അവഗണന മൂലം അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ അവസരം കിട്ടിയാൽ പോലും ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ടാവുകയും ഈ മത്സരത്തിൽ പെർഫോം ചെയ്താലും അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവരുടെ പ്രകടനത്തെ അത് ബാധിക്കുന്നു. അത് സഞ്ജു സാംസണെയും പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴേ ഒരു ക്യാപ്റ്റൻ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ബാക്കപ്പ് ചെയ്യുകയാണ്. അടുത്ത മത്സരങ്ങളിലൊക്കെ നിങ്ങൾ ഉണ്ടാവുമെന്നുള്ള ആത്മവിശ്വാസം നൽകുകയാണ്. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഫൈനലിൽ പോലും രോഹിത് ശർമ്മ തന്നോട് വന്ന് സംസാരിച്ചു, അടുത്ത മത്സരത്തിൽ സഞ്ജു കളിക്കണമെന്നുള്ള കാര്യം ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അവസാന നിമിഷം രോഹിത് ശർമ്മ വന്ന് പറഞ്ഞ് സോറി സഞ്ജു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ സഞ്ജു സാംസൺ അക്കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും അവസരം കിട്ടാത്തതിന്റെ കാരണങ്ങൾ പലതാണ്. ക്യാപ്റ്റന്മാർക്ക് പലപ്പോഴും പല താരങ്ങളെയും ഇഷ്ടമുണ്ടാകാൻ അല്ലെങ്കിൽ അവരെ ബാക്കപ്പ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടതാണ്, അതിൽ കുഴപ്പമില്ല.
പ്രതിഭയുള്ള താരങ്ങളെ അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് വീണ്ടും തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള താരങ്ങളെ പിന്തുണക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അതല്ലാത്ത കാര്യങ്ങളിൽ ക്രിക്കറ്റിൽ കടന്നു വരുമ്പോഴാണ് ഇത് പ്രശ്നമായി മാറുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ സഞ്ജു സാംസണിനെ ബാക്കപ്പ് ചെയ്യാനുള്ള പിന്തുണ നൽകാനുള്ള ഒരു ക്യാപ്റ്റൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യൻ ടീമിന് ഉണ്ടായിരുന്നില്ല. അതൊരു രോഹിത് ആയാലും കോഹ്ലി ആയാലും ധോണി ആയാലും അവർക്കൊക്കെ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ സഞ്ജു സാംസൺ എന്ന പ്രതിഭയെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് മികച്ച ഒരു ഭാവിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് വളരെ ലോങ് ടൈമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റായി സഞ്ജു സാംസണെ കാണാൻ ഇത്തരം ആളുകൾ തയ്യാറായിട്ടില്ല. അതൊരു പ്രശ്നമായിട്ട് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന്റെ അച്ഛൻ വൈകാരികപരമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ സഞ്ജു സാംസണിനെ ബാധിക്കുമോ, അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയറിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ യുവരാജിന്റെ അച്ഛനൊക്കെ നിരന്തരമായിട്ട് പല രീതിയിലും ധോണിയെ ആക്ഷേപിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവരുടെ കരിയറിനെ ഒന്നും ബാധിച്ചിട്ടില്ല. കരിയർ എന്നുള്ളത് സഞ്ജു സാംസൺ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തീർച്ചയായും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും വരുമെന്ന് തോന്നുന്നില്ല, പ്രത്യേകിച്ചും പുതിയ സാഹചര്യത്തിൽ എന്നുള്ളത്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള, അത്യാവശ്യം ആരാധക കൂട്ടമുള്ള ഒരു താരം തന്നെയാണ് സഞ്ജു സാംസൺ എന്നുള്ളത്. അതുകൊണ്ട് സഞ്ജു സാംസണിന്റെ വളരെ വലിയ പെർഫോമൻസുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ പറയേണ്ട ആത്യന്തികമായിട്ടുള്ള കാര്യം. എന്നാൽ കഴിഞ്ഞു പോയ വർഷങ്ങൾ ഇന്ത്യൻ ടീമിൽ അദ്ദേഹം തീർച്ചയായും ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലും T20യിലും സ്ഥാനം അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് ആ സ്ഥാനം പലപ്പോഴും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവസാന T20യിൽ സെഞ്ചുറി നേടിയതുപോലെ തന്നെ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ OD സീരീസിൽ അവസാനം ഏകദിന സെഞ്ചുറി നേടി പിറ്റേ പരമ്പരക്കുള്ള ഏകദിന ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട, അതായത് അവസാനം കളിച്ച മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും പിറ്റത്തെ ഏകദിന ടൂർണമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട അപൂർവ താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ എന്നുള്ളത്. പലപ്പോഴും അദ്ദേഹത്തിന് ലഭിക്കേണ്ട പരിഗണനയും നീതിയും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ ടീമിനെ പറ്റി പറയുമ്പോൾ പറയേണ്ടത്. അതിൽ ബാഹ്യമായ പല കാരണങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ലോബിയിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ള താല്പര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ക്രിക്കറ്റിനേക്കാൾ ഉപരി മറ്റു താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ആളുകൾ സെലക്ടർമാരായും കോച്ചുമാരായും അല്ലെങ്കിൽ മറ്റുള്ള ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെയായി ഉണ്ടായിട്ടുണ്ടാകാം. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടുകൂടിയാണ് സഞ്ജു സാംസണിന് ഇന്ത്യൻ ടീമിൽ തുടർച്ചയായ അവസരങ്ങൾ നിഷേധിച്ചത്. അത് പറയേണ്ട കാര്യമാണ്. ഏതായാലും സഞ്ജു സാംസൺ അദ്ദേഹത്തിന്റെ പ്രതിഭയോട് നീതി പുലർത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അവസാന മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. ഒരു നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ ഓവറുകൾ കൊണ്ട്, പ്രത്യേകിച്ചും T20യിലൊക്കെ അപകടകരമായ മാച്ചിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിയുന്ന, ഒരു ഓവറിൽ 4ഉം 5ഉം സിക്സറുകൾ തുടർച്ചയായി പറത്താൻ കഴിയുന്ന ക്രിക്കറ്റ് താരം തന്നെയാണ് ഇന്നും സഞ്ജു സാംസൺ എന്നുള്ളത്. അതുകൊണ്ട് അത്തരം ഒരു താരത്തെ, പ്രത്യേകിച്ചും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ വിരമിച്ചിരിക്കുന്ന ഒരു T20യിൽ നിന്നും വിരമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസണിന്റെ പ്രസക്തി എന്നുള്ളത് വളരെ വലുതാണ്.